ഹായ് ഗൈസ്. സോ നിങ്ങളുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ അല്ലെങ്കിൽ ഫൈനൽ വീഡിയോ ആണ്. സോ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഹൗ ടു റീഡ് ക്യാൻഡിൽസ്റ്റിക്സ് എന്ന് പഠിച്ചു. പിന്നെ രണ്ടാമത്തെ ഇതിൽ നമ്മൾ പലതരത്തിലുള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പഠിച്ചു, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസും പഠിച്ചു. വെരി പേറ്റ്. ഓക്കെ, സോ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആയിട്ട് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞാൽ പണ്ടൊക്കെ ലൈക്ക് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാനിങ്ങനെ ആയിരുന്നു. ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചിരുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മൾ അതിലൊരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് കാണും. എന്നിട്ട് മാർക്കറ്റിൽ പോകും, നോക്കിയപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ്. എന്നിട്ട് ഡൗൺ ട്രെൻഡിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 1 മിനിറ്റ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ 10 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ കൺഫർമേഷൻ ഇരിക്കും. എന്നിട്ട് ഞാൻ നോക്കും, ഓക്കെ ഒരു ഹാമർ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡോജി വന്നു, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഹാമർ വരുമ്പോൾ എന്ത് ചെയ്യും, ഉടനെ പോയിട്ട് ലോങ് പൊസിഷൻ എടുക്കും. സ്റ്റോപ്പ് ലോസ് എവിടെയും താഴെ വയ്ക്കും. 1:1 1:2 ഒക്കെയാണ് മാക്സിമം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വൈസ് പഠിക്കാതെ ഞാൻ ഈ ഒരു ട്രെൻഡ് കണ്ടു, ഇത് കണ്ടോ, ഈ ഒരു ട്രെൻഡിൻ്റെ ബിഗിനിങ് തൊട്ട് നമുക്ക് റീഡ് ചെയ്ത് വരുവാണെങ്കിൽ ഇത് നോക്കിക്കോ. ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഇപ്പോൾ ഇത്രയും വലിയൊരു ബെയറിഷ് ട്രെൻഡ് ആയിരുന്നു, അതിന് ശേഷം ഒരു ബെയറിഷ് ട്രെൻഡ് ക്യാൻഡിൽ വന്നു. ഞാനൊരു സെപ്പറേറ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്സിലേക്ക് ഒരുപാട് പേര് പഠിച്ചു കാണും. എവിടെയെങ്കിലും നമുക്കൊരു ഹ്യൂജ് തരത്തിലുള്ളൊരു എനർജി റിലീസായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടിലും വലിയ, അതിന് ഈക്വലായിട്ടും അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? സോ ലൈക്ക് ന്യൂട്ടൻ്റെ ഒരു ഐ തിങ്ക് തേർഡ് ആണെന്ന് തോന്നുന്നു, അതിൽ പറയുന്നുണ്ട് എവരി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. അപ്പോൾ അതുപോലെ ട്രേഡിങ്ങിൽ ഒരു ഡൗൺ ട്രെൻഡ് വരുമ്പോൾ അതിന് ഈക്വലായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു അപ്പ് ട്രെൻഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെ തിരിച്ച് കയറിയിരിക്കും. മാർക്കറ്റ് ഇക്വിലിബ്രിയം ന്യൂട്ടൻ്റെ തേർഡ് ലായും ഒക്കെ സെയിം ആണ്. തേർഡ് ലാ സെക്കൻഡ് ലാ എനിക്കറിയത്തില്ല, ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്നൊക്കെ നിങ്ങൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പിടിക്കുക. സോ ഇവിടെ ഒരു അപ്പ് ട്രെൻഡ് കണ്ടു, ആ ഒരു അപ്പ് ട്രെൻഡിന് പുറകെ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ പുറകെ ഒരു അപ്പ് ട്രെൻഡ് വരണം. ഓക്കെ, ബട്ട് ആ ഒരു അപ്പ് ട്രെൻഡ് വരാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ്, ഇത്ര നല്ലൊരു ഡൗൺ ട്രെൻഡ്. ചിലപ്പോൾ വോളിയം നോക്കാം, വോളി എങ്ങനെ അനലൈസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ വോളിയൊക്കെ നോക്കിയിട്ട് നല്ല വോളിയുണ്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അത്ര ഫോഴ്സ് ബയേഴ്സിനുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും നല്ല ഡൗൺ ട്രെൻഡായിട്ട് വന്ന ക്യാൻഡിൽസാണ്. പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ഒരു ഇതായി, മനസ്സിലായില്ല, എന്താ പറയുക, ഒന്ന് മാറി നിൽക്കുവാണ് സെല്ലേഴ്സ്. ഈ ഒരു ഏരിയ ഉണ്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ ഫോമായി, അത് ബുള്ളിഷ് ആയിരുന്നു. നെക്സ്റ്റ് ക്യാൻഡിലെക്കാട്ടിയും വലിയൊരു ക്യാൻഡിലായിരുന്നു. നമുക്ക് റിലേറ്റീവ്ലി അതൊരു വലിയ ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റും, ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റും. ബട്ട് ഇത്രയും വലിയൊരു ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൺഫർമേഷൻസ് കുറച്ച് അധികം എടുക്കണം. ഓക്കെ, ആൻഡ് ബേസിക്കലി നെക്സ്റ്റ് ക്യാൻഡിൽസ് ഓപ്പൺ ആവുകയാണ്. ഇതെന്താ കണ്ടോ, ഓരോ ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആകും തോറും ബയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു അപ്പുറത്തൊരു ഇത്ര സെല്ലേഴ്സ് ആയിരുന്നു, അതിന് തൊട്ടപ്പുറത്ത് ഒരു ഡോജി ക്യാൻഡിൽ ഫോമാണ്. ഇത് കൈൻഡ് ഓഫ് ഡോജിയാണ്, ഒരു ബോഡി ഉണ്ടെങ്കിലും ഇതൊരു ഡോജിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് അവിടെ ഉണ്ട്, സോ നമുക്കിനി കൺഫർമേഷൻ വേണം. ഓക്കെ, ടെമ്പററി പോസ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അതുപോലെ മാർക്കറ്റ് തിരിച്ച് കയറുകയാണ് ചെയ്തത്. ഇനി ഈ ഒരു ട്രെൻഡ് ഞാൻ എടുക്കുവാണ്, ഇവിടം വരെ എടുക്കുവാണെങ്കിൽ ഇത് 1 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇത്രയുള്ളൊരു നല്ലൊരു ട്രെൻഡായിരുന്നു. സോ ഐ തിങ്ക് നിങ്ങളിവിടെ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ആ ഒരു 5 മിനിറ്റിലെ ക്യാൻഡിലിനെ കൺഫർമേഷൻ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഐ തിങ്ക് 1:2 ഒക്കെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. ഓക്കെ, സോ അതും ഒരു സ്ട്രാറ്റജിയാണ്, പക്ഷേ നമ്മളങ്ങനെ ട്രേഡ് ചെയ്യാനല്ല നിൽക്കുന്നത്. ഓക്കെ, എനിവേസ് ഞാൻ ഒന്നും കൂടി റീഡ് ചെയ്യാം. ദെൻ നമ്മളെ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, നേരത്തെ ബൈയിങ് ക്യാൻഡിലിൻ്റെ മുകളിൽ താഴെ വിൽക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിന് കോമ്പറ്റീഷൻ അടിയിൽ നിന്ന് കൊടുത്തിട്ടില്ല, ബട്ട് സെല്ലേഴ്സ് മുകളിൽ നിന്ന് കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 2 വിക്കുകൾ കണ്ടോ. അപ്പോൾ മനസ്സിലായി എന്താണ് വിക്കെന്ന്. ക്യാൻഡിൽ ബോഡിയിൽ നിന്ന് ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, സകലമായ കാര്യം പറഞ്ഞതാണ്. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ എനിവേസ് നമുക്ക് അത് റീഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല പ്രഷർ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണായി. ആ ഒരു ക്യാൻഡിലിനെ തിരിച്ചൊരു കോമ്പറ്റീഷൻ പോലും കൊടുക്കാൻ ബയേഴ്സിന് പറ്റിയിട്ടില്ല. സോ ഒബ്വിയസ്ലി അത് താഴോട്ട് വരാനാണ് ചാൻസ്. ഓക്കെ, സി ലൈക്ക് ദാറ്റ്. എഗെയിൻ ഈ ഒരു കൺഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യുകയാണ്, ഇത്ര ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു കൺഫർമേഷൻ വെച്ചതായി ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്യാനായിരുന്നെങ്കിൽ പ്ലാന്, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് നമുക്ക് എത്ര 1:2 ഒക്കെ കിട്ടിയാണ്. ഓക്കെ, സോ അതും ഒരു സ്ട്രാറ്റജിയാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നൗ ഒബ്വിയസ്ലി
നമുക്കിപ്പുറത്തൊരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ നേരത്തെ ബയേഴ്സ് ആക്ടിവേറ്റ് ആയ ഒരു ഏരിയയാണ്. സോ നമുക്ക് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. എനിവേസ് അവിടെ നിന്ന് ചെറിയൊരു പമ്പൊക്കെ ഉണ്ടായി. ദെൻ ഇവിടെ നിന്ന് അനലൈസ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ മൾട്ടിപ്പിൾ ബിഗ് റിജക്ഷൻസ് വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ബയേഴ്സ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ശേഷം മനസ്സിലായ ഒരു പോയിന്റ്, സെലേഴ്സിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ആയത് ഇവിടെയാണ്. സോ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെയും മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ പോസായി മാർക്കറ്റിൽ. ദെൻ ബയേഴ്സ് തിരിച്ച് കയറുകയാണ് ചെയ്തത്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ സെല്ലിംഗ് ക്യാൻഡിൽസ് ഉണ്ട്, വളരെ ശോഷിച്ച സെല്ലിംഗ് ക്യാൻഡിൽസാണ്. തൊട്ടിപ്പുറത്ത് ഈ വിത്ത് ഉണ്ടോ, ഈ അപ് ട്രെൻഡ് ക്യാൻഡിൽസ്. സെല്ലേഴ്സ് നല്ല രീതിക്ക് പുഷ് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ബയേഴ്സ് വെർ സ്ട്രോങ് ഇനഫ് ടു പുഷ് അപ്പ് ദ മാർക്കറ്റ്. സോ ആക്ച്വലി നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ നിന്ന് റീഡ് ചെയ്തപ്പോഴേ മനസ്സിലായി ബയേഴ്സ് മാർക്കറ്റിൽ ആക്ച്വലി അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഗ്രൂപ്പിലിടാം. ലൈവ് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പിന്നെ ഇത്രയും ബിഗ് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. ബുള്ളിഷ് ക്യാൻഡിൽസ് ആർ സ്ട്രോങ്. ഐ തിങ്ക് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ഇത് മാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ. ഓക്കെ, മാർക്കറ്റ് ഇതുവരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് റീഡ് ചെയ്തൊന്നുമില്ല. ആക്ച്വലി ഇത് തന്നെയാണ് എൻ്റെ സ്ട്രാറ്റജിയും, റീഡിങ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, മേ ബി സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 month 2 month ഒക്കെ നിങ്ങൾക്ക് വളരെ ഹാർഡായിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണിത്. എനിവേസ് നിങ്ങൾ കുറച്ച് മന്തിൻ്റെ പ്രാക്ടീസോടുകൂടി ദിസ് ക്യാൻ ബി പോസിബിൾ. ഓക്കെ, സോ എനിവേസ് നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് വിക്ക് എന്താണ്, ഒന്ന് ബോഡി എന്താണ്, പിന്നെ 2 ബോഡി എന്താണ്, പിന്നെ 3 ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്. അത് കഴിഞ്ഞ് ബോഡി ടു വിക്ക് റേഷ്യോ, ബോഡിയാണോ വിക്കാണോ അവിടെ വലുത് എന്നുള്ളത്. സോ ഇവിടെ അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പാടാണെങ്കിൽ ഫിബനാച്ചി ടൂൾ ഇപ്പോൾ ഇത് ഇതാണ് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ഫിബനാച്ചി ടൂൾ. ഈ ഫിബനാച്ചി ടൂളിൻ്റെ സെറ്റിങ്സിലോട്ട് പോവുക, ട്രെൻഡ് ലൈൻ ഓഫ് ചെയ്തിടുക, 0.328 ഈ വാല്യൂസ് എല്ലാം ഓഫ് ചെയ്തിടുക. ഓൺലി വാല്യൂസ് നമുക്ക് വേണ്ടത് 1, 0.50, ഇത് ഇത്രയാണ്. തൊട്ട് താഴെ പോയിട്ട് പ്രൈസസ് ഓഫാക്കിയിടുക, ലെവൽസ് ഓഫാക്കിയിടുക, ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കിയിടുക, യൂസ് 1 കളർ കൊടുക്കുക, ബ്ലാക്ക് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ. ഇപ്പോൾ ഡാർക്ക് തീം ആണെങ്കിൽ വൈറ്റ്. അത് കഴിഞ്ഞ് ടെംപ്ലേറ്റ് ഇവിടെ ഈ ഒരു സ്ക്വയർ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സേവ് എന്തെങ്കിലും നെയിം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് കളഞ്ഞു പോകത്തില്ല. അതിനുശേഷം ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഉണ്ടല്ലോ, ഓപ്പൺ അല്ല, മുകളിലത്തെ വിക്ക് തൊട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ വിക്ക് തൊട്ട് താഴത്തെ വിക്ക് വരെ എടുക്കുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ 50%-നെക്കാട്ടിയും കൂടുതൽ എന്താണ്, ബോഡിയാണോ വിക്കാണോ? ബോഡിയാണ്. കണ്ടോ, ഇതിൻ്റെ 50%-നെക്കാട്ടിയും കൂടുതൽ ബോഡി ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബോഡിയാണ് അവിടെ വലുതെന്നാണ്. പിന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ എടുക്കുവാണേ. ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ബോട്ടം ടു ടോപ്പ് വരെ വെക്കുവാണ്. ഇവിടെ 50%-നെക്കാട്ടിയും കൂടുതൽ ബോഡിയാണോ വിക്കാണ്? വിക്കാണ്. ബിക്കോസ് ബോഡി 50% താഴെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബോഡി ഇതിനെക്കാട്ടിയും വലുതല്ല. ഓക്കെ, അതുപോലെ ഇത് എടുക്കുവാണെങ്കിൽ, തൊട്ടിപ്പുറത്ത് ഈ ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ബോഡിയാണ് അവിടെ വലുത് വിക്കിനെ കാട്ടിൽ. ബട്ട് ഈ ഒരു ഇത് എടുക്കുവാണെങ്കിലോ ആക്ച്വലി ബോഡിയല്ല, കാരണം 50%-നെക്കാട്ടിയും കൂടുതൽ ബോഡി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റും, പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ കൺഫർമേഷൻ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. സോ അതൊരു ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. പുട്ടിങ് ഇറ്റ് ഓൾ ടുഗദർ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യാൻഡലിനെ അനലൈസ് ചെയ്യാൻ അതിൻ്റെ വിക്ക് എവിടെയാണെന്നും ബോഡി എവിടെയാണെന്ന് നോക്കണം. പിന്നെ ലോജിക്കലായിട്ട് റീഡ് ചെയ്ത് തുടങ്ങണം. ഞാനിപ്പോൾ ലോജിക്കൽ പ്രൈസ് ആക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 1 hour ടൈം ഫ്രെയിമിലോട്ട് പോവാം. ദെൻ സംവെയർ അറൗണ്ട് ഹിയർ, അല്ലെങ്കിൽ ഞാൻ കാണാത്തടത്തുള്ളത് പോവാം, അതാകുമ്പോൾ അവർക്ക് സസ്പീഷൻ തോന്നുന്നില്ല. ഓക്കെ, വേറെ ഓക്കെ ഹിയർ ഈ ഒരു ഏരിയ ഒന്ന് റീഡ് ചെയ്ത് വരാം. അതായത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്, ടെമ്പററി പോസ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബയേഴ്സ് കയറിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം 2 ബെയറിഷ് ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, നെക്സ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ. അത് കഴിഞ്ഞ് പിന്നെ ബെയറിഷ് ക്യാൻഡിൽ വന്നു, ബയേഴ്സ് തിരിച്ച് പമ്പ് ചെയ്തു, പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ, നെക്സ്റ്റ് ബുള്ളിഷ് ആയിരുന്നു മാർക്കറ്റ്. ഈ ഒരു ഏരിയ ഉണ്ടോ, മൾട്ടിപ്പിൾ വിക്ക് റിജക്ഷൻസ് കിട്ടുന്നുണ്ട്. ബയേഴ്സ് അവിടെ ഉണ്ട്. ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ഒരു വിക്ക് റിജക്ഷൻ കിട്ടിയിരുന്നു. ഓക്കെ, ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടോ, പിന്നെയും ഇവിടെ നിന്ന് അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പമ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് അക്യുമുലേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ അക്യുമുലേറ്റ് ചെയ്യാണ്.
ഈ ഒരു ഏരിയ വരെ അക്യുമുലേറ്റിംഗ് ആണ്. ഓക്കെ, ഇതാ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വീക്ക് റിജക്ഷൻസ് ബോട്ടത്തിലും ടോപ്പിലും ഒക്കെ ഉണ്ട്. സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സിനെ ഇപ്പോൾ റിലൈ ചെയ്യുന്നില്ല. ഞാനൊരു ഇത് വരയ്ക്കുവാണ്, റേഞ്ച് വരയ്ക്കുവാണ്. റേഞ്ച് എങ്ങനെ വരയ്ക്കുന്നതൊക്കെ പറഞ്ഞു തന്നേരം. സൈഡ് ബേസ് ട്രെൻഡിൽ നമ്മൾ റേഞ്ച് ഹൈയും ലോയും ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു റേഞ്ചിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആ ബ്രേക്ക് ചെയ്ത ഉടനെയുള്ള ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ഒരു സൈക്കോളജി നമുക്ക് റീഡ് ചെയ്യാം. നല്ല കുറച്ച് ബുള്ളിഷ് ഇത് കിട്ടുന്നുണ്ട്, റിജക്ഷൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു ഡിമാൻഡിൻ്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഇനി ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും സംവെയർ അറൗണ്ട് ഹിയർ പ്രൈസിന് താഴേക്ക് പോകാനാണ് ചാൻസ്. ഇനി ഈ ഒരു ലെവൽ വരെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കൺക്ലൂഡ് ചെയ്തു, ഇവിടെ റേഞ്ച് ഉണ്ടായിരുന്നു, തൊട്ടതല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഡിമാൻഡിനെക്കാട്ടി കൂടുതലായിട്ട് സപ്ലൈ താഴോട്ട് വന്നു. ഒബിയസ്ലി അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്ന് അർത്ഥം. ഓക്കെ, കണ്ടോ, ഈസി ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. സോ അപ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ എൻട്രി ചെയ്യാമായിരുന്നു? വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇവിടെ വന്നിട്ട് എനിക്ക് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലാണെന്ന് വെക്കാം, 1:2 ഒക്കെ വെക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SMC വൈസ് ആവണമെന്നുണ്ടെങ്കിൽ എൻട്രി സംവെയർ അറൗണ്ട് ഹിയർ വെക്കാം. എന്നിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ വെക്കാം, 1:3 ഒക്കെ വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. SMC വൈസ് ആയിരുന്നെങ്കിൽ കറക്റ്റ് ഒരു എൻട്രി കിട്ടിയാണ്. ഓക്കെ, അതാണ് നമ്മുടെ എൻട്രി ആക്ച്വലി. ദെൻ 1:3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി വലിയൊരു RR ആണ്. അപ്പോൾ നിങ്ങൾ കളിയാക്കിയൊന്നും വേണ്ട. പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ SMCയിലെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:10ഉം 1:20 മാത്രം അങ്ങ് എടുത്തിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങനെയൊന്നുമല്ല. ഏത് സ്ട്രാറ്റജി ആയാലും അതിനെ സ്മാർട്ട് മണിയായിട്ട് കമ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഞാനിപ്പോൾ കാണിച്ചത് ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളെ പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് റീഡ് ചെയ്യാം. മൾട്ടിപ്പിൾ വിക്ക് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്ക് ഒരു വിക്ക് റിജക്ഷൻ വന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ എടുക്കാം. ഈ ഒരു ഏരിയ ഉണ്ടോ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ബൈയിങ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ബയേഴ്സിന് അവിടെ ഹോൾഡ് കിട്ടുന്നില്ല മാർക്കറ്റിൽ. അതായത് ബയേഴ്സിന് ഇനഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്. സോ സ്റ്റിൽ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകാനാണ് ചാൻസ്, ബിക്കോസ് ബയേഴ്സ് അവിടെ ഇനഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എനിവേസ് അത് ഓക്കെ ആയില്ല. ദെൻ തിരിച്ച് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. റിവേഴ്സ് ചെയ്ത് ഇപ്പോൾ അവരുടെ ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇനി ഇവിടെ നിന്ന് നമുക്കൊരു പമ്പും കൂടി പ്രതീക്ഷിക്കാം. 1 ലാസ്റ്റ് പമ്പും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിമാൻഡ് സോൺ ടാപ്പ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, അപ്പോൾ ആ ഒരു 1 ലാസ്റ്റ് പമ്പ് ഓക്കെ ആയി. നെക്സ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഹൈ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹൈ സ്വീപ്പാണ്. സ്വീപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൈ സ്വീപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ക്യാൻഡിൽസ്റ്റിക് അല്ല, ഞാൻ അല്ലാതെ റീഡ് ചെയ്തതാണ്. ബട്ട് ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ക്യാൻഡിൽസ്റ്റിക്സിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്ട്രോങ് ആയിരുന്നു, ബെയറിഷ് ക്യാൻഡിൽ റിലേറ്റീവ്ലി വീക്കാണ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ചെറിയ റിലീഫ് ഉണ്ടാകും, കണ്ടോ, റിലീഫ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ഓക്കെ, സോ മാർക്കറ്റ് ബയേഴ്സിൻ്റെ കൺട്രോളാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ് നമുക്ക് റീഡ് ചെയ്യാം. മാർക്കറ്റിന് എവിടം വരെ താഴോട്ട് പോകുമെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഹൈസ് ലോസ് വരെയൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ലോ വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ് സി. ഓക്കെ, ആ ഒരു ലോ കറക്റ്റ് വന്ന് ടാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോയിൽ നിന്ന് തന്നെ നമുക്ക് മാർക്കറ്റ് ഒരു റിജക്ഷൻ കിട്ടുന്നതായിട്ട് നോക്കാം. അപ്പോൾ അതാ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിക്ക് റിജക്ഷൻസ് വരുന്നുണ്ട്. സെല്ലേഴ്സിൻ്റെ അത്ര ഒരു സെല്ലേഴ്സിൻ്റെ അത്ര കാട്ടിയും പവർ ആയിട്ടുള്ള ഒരു മൂവ് ബയേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ എക്സ്പെക്ട് മാർക്കറ്റ് ഇനി ഇവിടെ നിന്നൊരു ചെറിയ മൂവ് തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി അതും കിട്ടിയില്ല. നൗ ഇതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് കുറച്ചും കൂടി താഴോട്ട് വന്നിട്ടായിരുന്നു ഓക്കെ പമ്പ് കാണുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇതാണ് ലൈവ് മാർക്കറ്റ്. ഇപ്പോൾ ലൈവ് മാർക്കറ്റ് ഇവിടെ വരെയാണ്. ഐ തിങ്ക് സോ. ഓക്കെ, അത് തന്നെ ലൈവ് മാർക്കറ്റ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി ക്യാൻഡിൽസ്റ്റിക്ക് റീഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി ലോ ടൈം ഫ്രെയിം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഇത് കിട്ടിയേനെ, എനിക്ക് ഹോൾഡ് കിട്ടിയേനെ. എനിവേസ് മാർക്കറ്റിനെ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിക്ക് ടു ബോഡി റേഷ്യോ, ദെൻ ക്യാൻഡിൽസ്റ്റിക് സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ബോഡി ടു വിക്ക് റേഷ്യോ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് വിക്ക് എന്താണെന്നും ബോഡി എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക് സ്ട്രെങ്ത്തിനെ പറ്റി പറയുന്ന ഒരു ചാർട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതായിരുന്നു ആ ഒരു ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക് സ്ട്രെങ്ത്ത്. ഇവിടെ
അത്ര ഒരു വിസിബിൾ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ വെയിറ്റ് ഇതായിരുന്നു ആ ഒരു ഒറിജിനൽ ഇമേജ്. സോ ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ബാറ് 0 തൊട്ട് 10 ബുള്ളിഷ് പിന്നെ 100 വരെ ഉണ്ട്. 0യുടെ നേരെ ഇവിടെ കണ്ടോ ഡോജി അല്ലെങ്കിൽ സ്റ്റാർ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ബുള്ളിഷോ അല്ല ബെയറിഷോ അല്ല, അത് എന്താണ് ന്യൂട്രലാണ്. തൊട്ട് മുകളിൽ 10% ബുള്ളിഷ്, ഇവിടെ 10% ബെയറിഷ്, ഹാമർ പാറ്റേൺസ്. അത് കഴിഞ്ഞ് ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചതുപോലെ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇതാണ് ഒരു സ്പിന്നിങ് ടോപ്പ്. ഇതാ ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ മുകളിലും താഴെ റിലേറ്റീവ്ലി വീക്കുള്ളതാണ് സ്പിന്നിങ് ടോപ്സ്. അത് 10% ബുള്ളിഷാണ്. അത് കഴിഞ്ഞ് നോർമൽ ബുള്ളിഷ് ക്യാൻഡിൽ, പിന്നെ ഹാമർ പാറ്റേൺസ്, ഡ്രാഗൺ ഫ്ലൈ ഡോജി, പിന്നെ ഹാമർ, പിന്നെ ബുള്ളിഷ് മർബോസ്, ബുള്ളിഷ് ഹറാമി ഐ തിങ്ക്. ദെൻ ഇത്രയും പാറ്റേൺസ് നമുക്ക് ബുള്ളിഷാണ്. പാറ്റേൺസ് വെച്ച് നോക്കണ്ട, അടിയിൽ വിക്കുള്ളത്, പിന്നെ വിക്കില്ലാത്തത്, പിന്നെ ഏറ്റവും കൂടുതൽ ബയേഴ്സ് കയറിയിട്ടുള്ള ഈ ഒരു ഹാമർ, പിന്നെ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂട്രലാണെന്ന് പറഞ്ഞു, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ ഒരു സൈക്കോളജി അനുസരിച്ചിട്ട് ഇതെങ്ങനെയാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി വരുന്നത്. ഇവിടെ ഇത്രയും ബയേഴ്സാണ് സ്ട്രെങ്ത് കാണിച്ചത്, പിന്നെ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് അവിടെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി അത്രയും ബുള്ളിഷാണെന്ന് കാണിച്ചത്. ഓക്കെ, ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തന്നില്ല, അറിയാതെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേസ് പിന്നെ ബുള്ളിഷ് മർബോസു, ഐ മീൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിക്കില്ലാത്ത ക്യാൻഡിൽ. ഇതാണ് ജാപ്പനീസ് ക്യാൻഡിൽ സ്ട്രെങ്ത്. സോ നിങ്ങളുടെ ഇന്നത്തെ സെഷനായിരുന്നു സമ്മറൈസ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് ഏറ്റവും ഒരു ഫിനിഷിംഗ് പ്രോഡക്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ചാർട്ട് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ എനിവേസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലൈവ് മാർക്കറ്റിൽ ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നുണ്ട്. എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ്.